ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രസകരമായ ഒരു വീഡിയോ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് പോന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 3 വാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3 വാക്കുകളാണ് സീ, ലുക്ക് ആൻഡ് വാച്ച്. സീ, ലുക്ക് ആൻഡ് വാച്ച്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്ക് തോന്നുന്നുണ്ടാവും, ഇത് 3 ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ അല്ലേ, ഈ 3 വാക്കുകൾ ഒന്ന് തന്നെയല്ലേ, ഇത് നമ്മൾ ഒരുപോലെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത് എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ 3 വാക്കുകളും ഒരു ചെറിയ ബന്ധമുള്ള വാക്കുകളാണ്. കാരണം ഈ 3 വാക്കുകൾ നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 വാക്കുകൾ എന്ന് പറയുന്നത് സീ, ലുക്ക് ആൻഡ് വാച്ച്. എന്നാൽ ഇവ തമ്മിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻ്റ് ആയ സിറ്റുവേഷനിലാണ്, ഡിഫറൻ്റ് ആയ രീതിയിലാണ്, വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ 3 വാക്കുകളും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സീ, ലുക്ക് ആൻഡ് വാച്ച്. സീ, ലുക്ക് ആൻഡ് വാച്ച്. ഓക്കെ, ഇതിന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീ എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ചാണ്. സീ എന്താണ് ഇതിൻ്റെ അർത്ഥം? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അർത്ഥം തന്നെയായിരിക്കും. കാണുക എന്നുള്ളതാണ് ഈ സീ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാണുക, അതായത് നമ്മുടെ കൺമുമ്പിലൂടെ വരുന്ന, കണ്ണിലേക്ക് വരുന്ന എന്ത് കാഴ്ചകളെയും കാണുക എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. നമ്മൾ നോക്കണമെന്നില്ല, നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മുടെ കൺമുമ്പിലൂടെ പോകുന്ന വാഹനങ്ങൾ, കൺമുമ്പിലൂടെ പറക്കുന്ന പക്ഷികൾ, കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം നമ്മൾ കാണുക എന്നാണ് പറയുന്നത്. നമ്മൾ പ്രത്യേക താല്പര്യത്തോടു കൂടി അത് കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നോ, അല്ലെങ്കിൽ അതിനെ നോക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? അല്ല, നമ്മുടെ മുമ്പിലൂടെ, കൺമുമ്പിലൂടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ കാണുക എന്ന് മലയാളത്തിൽ സാധാരണ പറയുന്നത്. യെസ്, അവിടെയാണ് നമ്മൾ സീ എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, എനിക്കവര് ഡാൻസ് ചെയ്യുന്നത് കാണാം, എനിക്കവര് ഡാൻസ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നീ അത് കണ്ടോ, നീ അവരെ കണ്ടോ, നീ അതിനെ കണ്ടോ അല്ലെങ്കിൽ അവരെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് അവർ ഡാൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും, എനിക്ക് നിന്നെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സീ എന്നുള്ള വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം കാണുക, നീ കണ്ടോ, കണ്ടിരുന്നോ, അല്ലെങ്കിൽ നീ കാണുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ സീ ആണ് ഉപയോഗിക്കുന്നത്. ഡിഡ് യു സീ ദം, ഡിഡ് യു സീ ദം, നീ അവരെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു സീ ദം, നീ അവരെ കണ്ടോ. ഇല്ല അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാന്നുള്ളതാണ്. ഡിഡ് യു സീ ദം. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഐ ക്യാൻ സീ ദം ഡാൻസിങ്, ഐ ക്യാൻ സീ ദം ഡാൻസിങ്, അവർ ഡാൻസ് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ സീ ദം ഡാൻസിങ്, എനിക്കവരെ നോക്കാൻ കഴിയുന്നുണ്ട് എന്നല്ല ഇവിടെ അർത്ഥം. ഐ ക്യാൻ സീ ദം ഡാൻസിങ്, എനിക്കവർ ഡാൻസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് സീ എനിത്തിങ്, ഐ കാൺട്ട് സീ എനിത്തിങ്, എനിക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഐ ക്യാൻ സീ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. ഐ കാൺട്ട് സീ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല, കാണാൻ കഴിയുന്നില്ല എന്നാണ്. ഐ കാൺട്ട് സീ എനിത്തിങ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ നോക്കാൻ പറ്റുന്നില്ല എന്നല്ല, കാണാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഒരാൾ ഇങ്ങനെ പറയുകയാണെ, എനിക്ക് അയാളെ ഇപ്പം തന്നെ കാണണം, എൻ്റെ ഓഫീസിൽ എനിക്ക് അയാളെ ഇപ്പം തന്നെ കാണണം, അല്ലെങ്കിൽ എനിക്ക് അയാളെ ഇപ്പം തന്നെ കാണണം എന്ന് പറയാണ്. ഐ വാണ്ട് ടു സീ ഹിം റൈറ്റ് നൗ, ഐ വാണ്ട് ടു സീ ഹിം റൈറ്റ് നൗ, എനിക്ക് ഇപ്പം തന്നെ അയാളെ കാണണം. ഐ വാണ്ട് ടു സീ ഹിം, എനിക്ക് അയാളെ കാണണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സീ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലുക്ക് എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ്. ലുക്ക്. യെസ്, എന്താണ് ഈ സീയും ലുക്കും വ്യത്യാസം എന്ന് പറയുന്നത്? ഇതാണ്. സീ എന്ന് പറയുന്നത് കാണുക എന്നാണ് അർത്ഥമെങ്കിൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് അർത്ഥം. നോക്കുക എന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ് കാണുക അതുപോലെ തന്നെ നോക്കുക, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടുപോയതാണ്. പക്ഷേ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം കണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുക എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ആ കാര്യം അറിയാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങോട്ട് നോക്കിയതാണ്. അതിനാണ് നമ്മൾ നോക്കുക എന്ന് പറയുന്നത്. അതിന് വെറുതെ കാണുക എന്നല്ല പറയാ,
നോക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യത്തെ ഇങ്ങനെ നോക്കുക, അതാണ് ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില എക്സാമ്പിളുകൾ പറയാം. ഇപ്പൊ ഇങ്ങനെ പറയാണ്, ആ പരിചയമില്ലാത്ത ആ വ്യക്തിയെ നോക്കൂ, കണ്ടോ അയാൾക്കൊരു പ്രത്യേക ഭാവമില്ലേ, പ്രത്യേക രീതിയില്ലേ എന്ന് പറയാണ്. ആ പരിചയമില്ലാത്ത വ്യക്തിയെ നോക്കൂ, ലുക്ക് അറ്റ് ദാറ്റ് സ്ട്രേഞ്ച് മാൻ. പരിചയമില്ലാത്ത ആ വ്യക്തിയെ നോക്കൂ, ലുക്ക് അറ്റ് ദാറ്റ് സ്ട്രേഞ്ച് മാൻ. അപ്പൊ നമ്മളോട് നോക്കാൻ പറയാണ്, നോക്കാൻ വേണ്ടി പറയാണ്, അപ്പോഴാണ് നമ്മൾ നോക്കുന്നത്. അല്ലെ, കാണൂ എന്നല്ല അവിടെ പറയുന്നത്, ലുക്കാണ് അവിടെ ഉപയോഗിച്ചത്. ലുക്ക് അറ്റ് ദാറ്റ് സ്ട്രേഞ്ച് മാൻ അല്ലേ. അതുപോലെ തന്നെ എങ്ങനെ പറയണം, ലുക്ക് അറ്റ് ദ പിക്ചർ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം ഒന്ന് നോക്കൂ, അപ്പൊ നമ്മൾ ആ ചിത്രം നോക്കൂ അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ, ചിത്രം ഒന്ന് നോക്കൂ. ഇപ്പൊ ഒരാൾ പറയാണ്, എന്നെ അങ്ങനെ നോക്കരുത്, ഇത്തരത്തിൽ എന്നെ നോക്കരുത് എന്ന് പറയാണ്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. അവിടെ ലുക്ക് അറ്റ് എന്നുള്ളതാണ് ഉപയോഗിച്ചത്, ലുക്ക് എന്നാണ് ഉപയോഗിച്ചത്, നോക്കരുത്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമ്മൾ തോന്നുക എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ലുക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ പറയാണ്, നിന്നെ കണ്ടാൽ ക്ഷീണിച്ചതായിട്ട് തോന്നുന്നുണ്ട്, നിന്നെ കണ്ടാൽ ക്ഷീണിച്ചതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യു ലുക്ക് സോ ടയേർഡ്, യു ലുക്ക് സോ ടയേർഡ്. നിന്നെ കണ്ടാൽ ക്ഷീണിച്ചതായിട്ട് തോന്നുന്നുണ്ട്, യു ലുക്ക് സോ ടയേർഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ലുക്ക് ആൻഡ് സി ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വാച്ച്, വാച്ച് എന്നുള്ളതാണ്. എന്താണ് സി ലുക്ക് വാച്ച്? ഇതിൽ വാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ലുക്ക് പറഞ്ഞു, നമ്മളൊരു കാണാൻ വേണ്ടി നോക്കുന്നതിനെയാണ് നമ്മൾ നോക്കുക അല്ലെങ്കിൽ ലുക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുക, പക്ഷെ വെറുതെ നോക്കുകയല്ല, നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയാം, വാച്ച് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മളിങ്ങനെ പ്രത്യേക കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുന്നതിനാണ് എന്ത് പറയാം, വാച്ച് എന്ന് പറയാം. വെറുതെ നോക്കുകയല്ല, നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് പ്രത്യേകം എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ടി വി കാണുന്നതിന് ലുക്ക് ടി വി എന്നോ സി ടി വി എന്നല്ല നമ്മൾ പറയുന്നത്, വാച്ച് ടി വി എന്നാണ് നമ്മൾ പറയുന്നത്. വാച്ച് ടി വി അല്ലെങ്കിൽ വാച്ചിങ് ടെലിവിഷൻ, വാച്ച് ടി വി. കാരണം ആ ടി വി എന്ന് പറയുന്നത് ഓഫാക്കിയിട്ട ഒരു പെട്ടിക്കൂട് ഇങ്ങനെ കണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ആ ടി വിക്കകത്തുള്ള നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ചലിക്കുന്ന കാര്യങ്ങളെ കണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവിടെ വാച്ച് ടി വി എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, അവൻ അവളെ നിരീക്ഷിക്കുന്നത് തുടർന്നു, അവൻ അവളെ നിരീക്ഷിക്കുന്നത് തുടർന്നു. അപ്പൊ ഏതോ ഒരു പെൺകുട്ടിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ ഇരുത്തിയേക്കാണ്. അപ്പൊ അയാൾ പിന്നെയും അവളെ നിരീക്ഷിക്കുന്നത് തുടർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, ഹി കണ്ടിന്യൂഡ് വാച്ചിങ് ഹെർ, ഹി കണ്ടിന്യൂഡ് വാച്ചിങ് ഹെർ. അവൻ അവളെ നിരീക്ഷിക്കുന്നത് തുടർന്നു, ഹി കണ്ടിന്യൂഡ് വാച്ചിങ് ഹെർ. അവൻ അവളെ ഇങ്ങനെ നിരീക്ഷിക്കുക, അവളുടെ ചലനങ്ങളും അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ എങ്ങനെ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചത് വാച്ചിങ് എന്നുള്ള വേർഡ്, ഹി കണ്ടിന്യൂഡ് വാച്ചിങ് ഹെർ. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, ഒരു രോഗിയായ ഒരു കുട്ടി വീട്ടിലുണ്ട്. അപ്പോൾ അതിനെ മാതാവ് ആണ് അതിനെ നോക്കുന്നത്. അപ്പോൾ മാതാവ് കുറേ ദിവസമായിട്ട് അതിനെ നോക്കിയിട്ട് ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹോദരി വീട്ടിൽ വന്ന സമയത്ത് അവർ പറയാണ്, നീ വേണമെങ്കിൽ ഉറങ്ങിക്കോ, നീ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവനെ നോക്കിക്കോളാം, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, നീ കുറേ ദിവസം ഉറക്കൊഴിച്ചതല്ലേ, നീ വേണമെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ അവളെ നീ ഉറങ്ങുന്ന സമയത്ത് നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പൊ എങ്ങനെയാ പറയുന്നത്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ വാച്ച് ഹിം ആസ് യു സ്ലീപ്. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, ഐ വിൽ വാച്ച് ഹിം, ഞാൻ അവനെ നോക്കും, ആസ് യു സ്ലീപ്, നീ ഉറങ്ങുന്ന സമയത്ത്, നീ ഉറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അവനെ നോക്കിക്കോളാം. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ വാച്ച് ഹിം ആസ് യു സ്ലീപ്. അവിടെ വാച്ച് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത്. ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കിയിരിക്കുകയല്ല, അവൻ എന്തെങ്കിലും പെട്ടെന്ന് അസുഖം കൂടുന്നുണ്ടോ, എന്തെങ്കിലും റിയാക്ഷൻസ് വരുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങാതെ അവന് കാവലിരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഐ വിൽ വാച്ച് ഹിം ആസ് യു സ്ലീപ്, നീ ഉറങ്ങുന്ന സമയത്ത് അവനെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, വെറുതെ നോക്കാനാണെങ്കിൽ അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ പോരെ, ഇത് ആ നോട്ടല്ല, നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 വേർഡ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, സീ, ലുക്ക് ആൻഡ് വാച്ച്. സി എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കാണുക എന്നുള്ള അർത്ഥമാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി നോക്കുക എന്നുള്ള അർത്ഥമാണ്. വാച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് വാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. 3 ഡിഫറൻ്റ് ആയ സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും